யோ மரியாதையா பேசு, எனக்கு தெரியாது. തവളെ കളവ് പറയണ്ട. മണികണ്ഠൻ അടിക്കടി ഇവിടെ വന്നു പോകുന്ന വിവരം ഈ വീരപ്പനറിയാം. എവൻടാ சொன்னது അടിക്കടി വന്നു പോകുന്നുണ്ടെന്ന്? അവന്റെ ഒക്കെ മരണം നോക്കി ഊന്നണം. ഈ വയസ്സാഴ്ച അതെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കും മണികണ്ഠനകത്തോണ്ടെന്ന്. ഒരു കാര്യം പറയട്ടെ, അണ്ണ ഉള്ളു പോകണ്ട, അകത്ത് അഭ്യാസികൾ കാണും. ഉള്ളു പോയാൽ നമ്മളെ പീസ് പീസാക്കി കളയും. അണ്ണ 2 മാസമാச்சு അവൻ വീട്ടിക്ക് വന്നിട്ട്. തള്ള ചാവുമ്പോ അവന് 1.5 വയസ്സ്. അപ്പുറം ഞാൻ താൻ എടുത്ത് പോറ്റുന്നത്. ഇപ്പൊ ആളായി, കൈ പണമായി. ഇനി അമ്മുമ്മ വേണ്ടായിരിക്കും. എനക്ക് തെരിയും ആരാ എന്റെ മോന്റെ മനസ്സ് മാറ്റിയതെന്ന്. ഇതിനൊക്കെ അവൾ അനുഭവിക്കും. ഏതവളുടെ കാര്യല്ലേ പറയണേ? യോ, നിങ്ങളുടെ കൂടെ കൂത്താടി നടക്കുന്നല്ല ഒരുമ്പട്ടവള് കാനക. അവള് കൈവശം കൊടുത്തു. യാർ കൈവശം കൊടുത്തത്? നീ താണ്ടി. നീതായ മണിയണ്ണനെ തട്ടിയെടുത്തത്. ഞാനെണ്ണ എന്റെ മണിയണ്ണനെ കല്യാണം നടക്കാതെ ഇറക്കണ്ട പൊമ്പളതാ എങ്കിയോ മച്ചാനെ ഒളിപ്പിച്ചു വെച്ചു. ഞാനാ പൊയ്സൺ അവൻ നാക്കിനെ എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. ചൂലേ, ആരാടി നിന്റെ കളവി? ഊര് ചുറ്റി കണ്ട ആളുകളെ ഇറക്കിയെടുക്കുന്ന നിന്നെ ഇതാ പാര. എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. നീ എന്നെ കയ്യിലെ കൊടുപ്പ എന്നെ ചെയ്യടി. எனக்கு தெரியாது. நான் தெரிய வைக்கிறேன். 1500 രൂപ മുതൽ വാങ്ങിത്താണ് അവൻ ഇന്ന് മുങ്ങിയത്. പലരെയും പറ്റിച്ചു നടക്കുന്ന സ്വഭാവം അവൻ എങ്കിട്ട് കാമിച്ചാ അവനെ സുമ്മാ വിട മാട്ടേ. അവ ആട്ടവും പാട്ടും ഇതോടെ ക്ലോസ്. പീസ് പീസാ കട്ട് பண்ணி எஸ்டேட்ல போட்டுடுவேன். அவங்கட சொல்லு கணக்கோ வா. நான் அப்புறம் பாத்துக்கறேன். കൈ കൈ അരുത് മോളെ, നോക്കേ അച്ഛന്റെ അസുഖം മാറിന്റെ അടുത്ത് പോവാം. പകരുന്ന രോഗം അച്ഛനെ. ആനക്കൂട്ടത്തെ കണ്ട് ഷോക്കായ മനസ്സല്ലേ, അതൊന്ന് നോർമൽ ആകുന്നവരെ ഏത് മൃഗത്തെ കണ്ടാലും ഭയം തോന്നും. ആനിമൽ ഫോബിയ. സാർ വരൂ വരൂ. 4 ദിവസം മാറിയിരുന്നപ്പോ നീ ആളെ മറന്നോടാ നന്ദി കേട്ട നായെ. ഇനി നിന്നിവിടെ കണ്ടുപോരുത്. ഇരിക്കൂ. മുറിവെല്ലാം കരിഞ്ഞു, പക്ഷെ എല്ലിന് അല്പം കുഴപ്പമുണ്ട്. ഒപ്പിടാൻ ഒരു വിഷമം. വല്ലാതെ ക്ഷീണുണ്ടോ മോനെ? ക്ഷീണം കാണും. കാറിൽ വെച്ച് എന്നോട് പറഞ്ഞു അല്പം കിടക്കണമെന്ന്. സാറ് കിടന്നാട്ടെ. രോഗം പൂർണ്ണമായും വിട്ടിട്ടില്ല. ശരീരം വിളയേറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാഡം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു ദിവസം സാറിനോടൊപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് ഓഫീസ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് മാറണമായിരിക്കും. അല്ലെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാ. സാറേ, എനിക്ക് വിശക്കണം. അടുക്കളയൊന്നുമല്ല മാറ്റിയ അറേഞ്ച് ചെയ്യാം. കിടക്ക്. ഉറങ്ങാണ്. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ. എവിടെയൊക്കെയാണ് പരിക്ക്? വലതുകൈയിൽ ചെറിയൊരു പരിക്കേ ഉള്ളൂ. ഭാഗ്യം. ദേവൻ, വിസിറ്റേഴ്സിനെ ആരെയും ആശുപത്രിയിൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ തടഞ്ഞു. ഇനി അത് പറ്റില്ല. ദേവൻ തെറ്റിദ്ധരിക്കരുത്. രോഗത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്കറിയില്ല. മനഃപൂർവ്വം ഞങ്ങളത് മറച്ചു വെച്ചതാണ്. പൊതുജനങ്ങൾക്കിടയിൽ മന്ത്രിയുടെ അസുഖം ഒരു വാർത്തയായിരുന്നു കരുതി. ആ നിലയ്ക്ക് നിയന്ത്രണം വേണ്ടിവരും വീട്ടുകാർക്ക് പോലും. ഞാൻ ചോറിച്ചില്ല. വേണോട്ടാ, ദേവൻ മന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള ചങ്ങാതി. അങ്ങേർക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി വന്നാൽ ചാകാനും മടിക്കാത്തവൻ. ആൾ അപകടകാരിയാണ്. അടുക്കുമ്പോൾ സൂക്ഷിക്കുക. കിടന്നു. എനിക്കൊരു സമാധാനമില്ല മോനെ. അമ്മ വിഷമിക്കണ്ട. ഈ പറയുന്നത് പോലെ ഒന്നും കാണില്ല. മന്ത്രിമാരാവുമ്പോ ചെറിയ സൂക്കേടാണെങ്കിലും വലിയ ചികിത്സയാണ് വിധിക്കുക. ഏതായാലും അമ്മയ്ക്ക് കുറെ ദിവസം മകനെ അടുത്ത് കിട്ടിയില്ലേ.
ടൂറില്ല, ഉദ്ഘാടനമില്ല, പ്രസംഗമില്ല, സുഖം. സാർ ഉറങ്ങാണ്. ഈ ഫോണിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഹോട്ട്ലൈൻ നമ്പർ തന്നിട്ടില്ലേ? കുഴപ്പമില്ല. അളിയൻ എന്നെ തോട്ടണ്ടി കോർപ്പറേഷനിൽ ആളിവിടെ പേറ്റന്റ് ആയിട്ട് കിടക്കണം. പിന്നെയല്ലേ നിങ്ങളോട് തോട്ടണ്ടി? എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്ലീസ് പ്ലീസ്. എത്ര ദിവസമായി മുടിഞ്ഞ് കിടപ്പ് കിടക്കുന്നു ഇവിടെ? ഒരു 2 ദിവസം കൂടി ഇവിടെയുള്ളവരുമായിട്ടൊന്ന് പരിചയപ്പെടുന്നു വരെ. അത് കൊള്ളാം, പരിചയപ്പെടാനോ? ഇനി ലേശം എന്തെങ്കിലും അകത്തോട്ടല്ല ഇവിടെ നിൽക്കാൻ പറ്റൂല. ഒരു 100 മില്ലി വട്ട വട്ട. കർത്താവേ, ഇവിടെ വെച്ചോ. അദ്ദേഹം മദ്യപിക്കില്ല, മത്സ്യമാംസം കഴിക്കില്ല, ഒരു സുഖത്ത് പോലും വലിക്കില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം ആശുപത്രി കയറി എത്തുന്നവരെ ഒരു തുള്ളി അകത്ത് ചെന്നിട്ടില്ല. എനിക്ക് എന്റെ കൈയും കാലും മറയ്ക്കുന്നു. എനിക്ക് ഉടനെ കിട്ടണം. വേണ്ട, ഞാൻ തന്നെ ഷാപ്പിൽ പോയി കുടിച്ചോളാം. ഇവിടെ വെള്ളം ചേർക്കാതെ കാണിച്ചോടല്ലോ. എല്ലാത്തിനും ഞാൻ പണി ഉണ്ടാക്കാം. പോയി കിടക്കാനോ? അതൊക്കെ കിടക്കും. അതെ, ഇവിടെ അടുത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കിടക്കുമാ? ചെവി കേൾക്കുകയില്ലായിരിക്കും. പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. പുലിയാ, ഭയപ്പെടാതിങ്ക. ഇങ്ങ ഇപ്പൊ പൂന കൂടെ കിടയാത്. മണി, എടാ, നമ്മുടെ മണിയല്ലേ അത്? മണി, 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 നിർത്ത നിർത്ത, വണ്ടി നിർത്ത. മണി, മണി, ഇതേ കാണാനാണോ? നീ എവിടെയായിരുന്നു? മണി, ഇറങ്ങി. ഞാൻ മന്ത്രിയാണ്. ഏത് മണി? ഞാൻ മണിയല്ല, മന്ത്രിയാണ്. എന്തൊരു കഷ്ടമാണത്. ഞാൻ മന്ത്രിയാണെന്ന്. ഹോം മിനിസ്റ്റർ. ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരെ നിങ്ങളുടെ ആൾക്കാരുടെ കൈകൾ വെറുതെ ഇരുന്നിട്ടില്ല. ഇനി എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. പ്ലീഷ, കണ്ടസ്വാമിയുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? അറിയില്ല. സ്വന്തം ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ പോയി, ഞാൻ അറിയാതെ. പിന്നെ അവന്റെ ഭാര്യ പോലും അവന്റെ ജീവനോടെ കണ്ടിട്ടില്ല. 4 പീസസ് ആക്കുളം കായലിൽ ഡെഡ് ബോഡി. കേസ് അന്വേഷിക്കാൻ വന്ന മീശ രമേശൻ അറിയോ എന്ത് പറ്റി? 2 പീസസ് തമ്പാനിൽ റൈവേ ക്ലാസ്. അതാണ്ടാകയ്യ. എന്റെ പണം പറ്റിച്ച് കടന്നു കളയാമെന്ന് കരുതിയാണ് റാസ്കൽ. നീ 5 പീസസ് അറിയോ? ദയവായി എന്നെ വിശ്വസിക്കൂ. ഞാൻ മണികണ്ഠനല്ല, മന്ത്രിയാണ്. പിന്നെ അതുതന്നെ പറയുന്നു. ഒരു മീശ വെച്ച തിരിച്ചറിഞ്ഞെന്ന് കരുതിയല്ലടാ നിന്റെ മീശ. എന്നെ ഇതും കുടമ്പല്ലോ. സഹോദരി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അണ്ണാ, അവര് തിരുപ്പി കിടച്ചാച്ചില്ല. ഇനിയല്ല, ഞാൻ നോക്കിക്കോളാം. ശരി, ആന മുതലേ അന്ത മീശ എടുക്ക ചൊല്ലി. സായങ്കാലം വേഷം പോട്ട് ആടുവാടിയതാ. ആടണോ? ஆடுவாங்க ஆடுவாங்க. இனிமே அவன் பொறுப்புல உன் கையில தான். என்கிட்ட ஒரு வார்த்தை கூட சொல்லாம போயிட்டீங்கல்ல. நான் போகாத கோயில் இல்ல, கும்பிடாத சாமி இல்ல. இன்னொரு வாட்டி இப்படி செஞ்சீங்க, சத்துக்களைங்க. எனக்கு தெரியும் நீங்க எங்க போயிருந்தீங்கன்னு. தண்ணி எல்லாம் சாப்பிட்டு நாடெல்லாம் சுத்தி கஞ்சா போட்டு மயங்கி கிடந்திருப்பீங்க. அந்த சீத்த பழக்கம் தான் விட்டுடுங்களே. எத்தனை வாட்டி நான் சொல்றது? என்ன இன்னொரு வாட்டி கட்டி பிடிக்கணுமா? என்னாச்சு? ஒண்ணுக்கு போணுமா? இதோ அங்க இருக்கே, தெரியாதா? சீக்கிரம் வாங்க. നിക്കടാ അവിടെ, ഒളിച്ചു പോകുന്ന പിടിച്ചെടുത്തോടാ. പിന്നെ അത് അയ്യോ. ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. നിർത്തണേ. എന്തിനാണ് സാർ വണ്ടി നിർത്തിയത്? ആരെന്നത് വണ്ടി നിർത്തത്? ആശിങ്കം. ഞാൻ പാട്ട് നിർത്താനല്ലേ പറഞ്ഞത്? മനുഷ്യന് കേൾക്കാൻ പറ്റിയ പാട്ടൊന്നുമില്ലേ? മുന്നമ്മ ഇതേ വെക്കാവുന്ന സാറ് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നാ? എന്നാ ഞാൻ പറയുന്നു ഇപ്പൊ. അത് പോട്ടെ സാർ, സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ചിന്ന ചിന്ന ആസൈ ചിറകടിക്കും ആസൈ മുത്തു മുത്ത. എടാ സാറിന് ആശയിട്ടൂടെ? சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிய வைத்த ஆசை,
സെറ്റപ്പ് കൊള്ളാമല്ലേ? ഇത് കേരളമാണോ സാറേ? അല്ല, ആഫ്രിക്ക. അവിടെ ഇരിക്കേ. ആ മാല അടിച്ചു മാറ്റുപണി. സ്പ്രിങ് സ്പ്രിങ്. ഫോണ് അലക്സ് സാറേ, ഫോണ്. ഇതല്ല, ഇവിടെ വരാൻ പറയൂ. എന്നാ സാധനം? എഴുന്നേറ്റ് കൈ കൂപ്പി പ്രാർത്ഥിച്ചു നിന്നോളൂ. പ്രാർത്ഥിക്കാനാ? അതാണ് വേണുഗോപാൽ സാറിന്റെ പതിവ്. വാ ഇവിടെ. ഗാന്ധിയിൽ സെക്രട്ടറിമാരാണ് വരുന്നത്. പെണ്ണിന്റെ പേര് സ്റ്റെല്ല. അങ്ങോട്ട് നോക്കരുത്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമസ്തേ. നമസ്തേ സാർ. നമസ്കാരം. സാർ അപകടത്തിൽപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ കൃഷ്ണൻകുട്ടി നായർ വല്ലാതെ വിഷമിച്ചു. കൃഷ്ണൻകുട്ടി നായർ? അതെ സാർ. ബാലകൃഷ്ണൻ നായര് ദിവസവും ഫ്ലവേഴ്സ് കൊടുത്തയക്കുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അതെ. കരീമിനോ? അല്ലല്ല, മിസ്റ്റർ കരീം സമാധാനമായെന്ന് പറയായിരുന്നു. കമോൺ കമോൺ. എന്താ സാർ? ഒന്നുമില്ല. മിനിസ്റ്ററുടെ അസുഖം ഭേദമായെങ്കിലും നോർമലാകാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. അതുവരെ ഓഫീസ് വർക്കുകൾ അധികം ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വാക്കിലോ പ്രവൃത്തിയിലോ സ്ലിപ്പ് ചെയ്തെങ്കിൽ സഹായിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ? ഷുവർ സർ. താങ്ക് യു.